നമസ്കാരം, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ചൂട് വളരെ കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ചില സ്ഥലങ്ങളിലൊക്കെ വേനൽ മഴ ലഭിച്ചിരുന്നു. അപ്പോൾ വേനൽ മഴ കിട്ടിയവരും കിട്ടാത്തവരും എന്ന നിലയിലേക്ക് കേരളം വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ ചൂടിങ്ങനെ ഉയരുമ്പോൾ രണ്ട് ഭീഷണികളാണ്. വൈദ്യുതി ഉപഭോഗം അങ്ങേ ഏറ്റവും റെക്കോർഡ് തലത്തിൽ എത്തി നിൽക്കുകയാണ്. ഇങ്ങനെ പോയാൽ പവർ കട്ട് വേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പറയുന്നു. അപ്രഖ്യാപിത പവർ കട്ടൊക്കെ ഉണ്ട് എന്ന തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കാണുന്നുണ്ട്. മറ്റൊന്ന്, ജലദൗർലഭ്യം അനുഭവപ്പെടും, റിസർവോയറുകളിൽ വെള്ളം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ്. അപ്പോൾ രണ്ട് വിഭവങ്ങളും നമ്മൾ വളരെ കരുതലോടുകൂടി ഉപയോഗിക്കേണ്ടുന്ന സമയമാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത ലൈറ്റുകൾ ഓഫ് ചെയ്യാൻ, നമുക്ക് എപ്പോഴും എ സി വേണമെന്ന നിർബന്ധം പിടിക്കാതിരിക്കാം. എ സി ഇടുമ്പോൾ തന്നെ അത് 24-ലൊക്കെ ആയിട്ടൊന്ന് പരിമിതപ്പെടുത്തിയാൽ വൈദ്യുതി ലാഭിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. വെള്ളം സൂക്ഷിച്ചുപയോഗിക്കാം, അനാവശ്യമായി അത് പാഴാക്കാതെ ഇരിക്കാം. ഷവറിലെ മണിക്കൂറുകൾ നീളുന്ന കുളിയൊക്കെ ഒഴിവാക്കാം, വെള്ളം പിടിച്ചു വെച്ച് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഈ ജലവും വൈദ്യുതിയും ഒക്കെ ലാഭിക്കാൻ പറ്റും. മറ്റെന്തെങ്കിലുമൊക്കെ ടിപ്സ് അറിയാവുന്നവർ നമ്മളുടെ ഈ വാർത്തയുടെ ലൈവിന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓരോരുത്തരും റെസ്പോൺസിബിളായി ഇരുന്നാൽ ഈ പ്രതിസന്ധി ഘട്ടം നമുക്ക് കടന്നു പോകാൻ കഴിയും. അപ്പോൾ എന്നെ കേൾക്കുന്ന ഓരോ പ്രേക്ഷകരും ഇനി വെള്ളം ഉപയോഗിക്കുമ്പോൾ, വൈദ്യുതി ഉപയോഗിക്കുമ്പോഴൊക്കെ ഇതൊന്ന് മനസ്സിൽ കരുതിയിരിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ പോലെ തന്നെ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം തന്നെയാണ് ഇന്നത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും തുടങ്ങിവെച്ച സംയുക്താക്രമണം 51 ദിവസം പിന്നിടുകയാണ്. താൽക്കാലിക വെടിനിർത്തലിന്റെ സമയം ബുധനാഴ്ച വരെയാണ്. വെടിനിർത്തൽ നീട്ടിക്കൊണ്ടുപോകാനുള്ള തീരുമാനമെങ്കിലും ഉണ്ടാകണം എന്നതാണ് ലോകം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. അതിന് എന്താണ് വേണ്ടത്? ചർച്ചകൾ നടക്കണം. എല്ലാ കണ്ണുകളും പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്കാണ്. ചർച്ചകൾക്കായി അമേരിക്കൻ പ്രതിനിധികൾ എത്തും എന്നത് ട്രംപ് അറിയിച്ചുവെങ്കിലും ട്രംപിന്റെ ഭീഷണിയും വെടിനിർത്തലിനിടയിലും ഇറാൻ കപ്പൽ ആക്രമിച്ച നടപടിയും ചർച്ചയെ അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുന്നു. ചർച്ചകൾക്കില്ല എന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. വലിയ ആശങ്കയുയർത്തുന്ന സാഹചര്യമാണ് ഇതോടെ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇറാൻ കഴിഞ്ഞ ദിവസം ഹോർമുസ് കടലിടുക്കിൽ വെടിയുതിർത്തത് വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണ ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ് കഴിഞ്ഞ ദിവസം തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം ട്രൂത്ത് സോഷ്യൽ വന്ന പോസ്റ്റിൽ ഇറാനുമായുള്ള ചർച്ചകൾക്കായി US പ്രതിനിധികൾ നാളെ വൈകുന്നേരത്തോടെ, അതായത് ഇന്ന് വൈകുന്നേരത്തോടെ ഇസ്ലാമാബാദിൽ എത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. അപ്പോൾ ചർച്ചകൾ നടക്കും എന്നതിന്റെ ഒരു സൂചന ട്രംപ് മുന്നോട്ട് വെക്കുകയാണ്. എന്നാൽ അതേ പോസ്റ്റിൽ തന്നെ പിന്നീട് ഭീഷണിയുടെ സ്വരമായിരുന്നു ട്രംപിന്. തങ്ങൾ വളരെ ന്യായമായ ഒരു കരാറാണ് മുന്നോട്ട് വെക്കുന്നത്, ഇറാൻ അത് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അവർ അങ്ങനെ ചെയ്തില്ല എങ്കിൽ അമേരിക്ക ഇറാനിലെ എല്ലാ പവർ പ്ലാന്റുകളെയും എല്ലാ പാലങ്ങളെയും തകർക്കാൻ പോവുകയാണ് എന്നതാണ് ട്രംപ് പറഞ്ഞത്. അവർ വേഗത്തിൽ താഴെ വീഴും, എളുപ്പത്തിൽ താഴെ വീഴും അവർ കരാർ സ്വീകരിച്ചില്ലെങ്കിൽ എന്ന് ട്രംപ് പറയുന്നു. കഴിഞ്ഞ 47 വർഷമായി മറ്റ് അമേരിക്കൻ പ്രസിഡന്റുമാർ ഇറാനോട് ചെയ്യേണ്ടിയിരുന്നത് ചെയ്യാൻ തനിക്ക് അനുമതി ലഭിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എന്നതാണ് ഭീഷണിയുടെ സ്വരത്തിൽ ട്രംപ് പറഞ്ഞത്. ഇറാൻ എന്ന കൊല്ലുന്ന യന്ത്രത്തെ അവസാനിപ്പിക്കേണ്ട സമയമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ആ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഒരു ചർച്ചയുടെ സാഹചര്യവും സാധ്യതകളും മുന്നോട്ട് വെച്ചുകൊണ്ട് ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ വലിയ ഭീഷണിയുടെ സ്വരമാണ് ട്രംപ് ഇന്നലെ ആ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലൂടെ പുറത്തുവിട്ടത്. എന്തായാലും രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് വേണ്ടിയാണ് അമേരിക്കൻ സംഘം എത്തുന്നത്. കഴിഞ്ഞ ചർച്ച എവിടെയും എത്താതെ പിരിഞ്ഞ സാഹചര്യം നമുക്കറിയാം. ഇറാൻ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. വാഷിംഗ്ടൺ തുടർച്ചയായി നിലപാടുകൾ മാറ്റുകയാണെന്നും നാവിക ഉപരോധം പിൻവലിക്കാതെ ചർച്ചയ്ക്കില്ല എന്നും ഈ ട്രൂത്ത് സോഷ്യലിലെ ട്രംപിന്റെ ഈ പോസ്റ്റ് വരുന്നതിന് മുൻപ് തന്നെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയുടേത് അമിത ആവശ്യങ്ങളാണ് എന്നതാണ് ഇറാൻ പറയുന്നത്. വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട്
ഇറാനിലെ തുറമുഖങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം അവസാനിപ്പിക്കണമെന്നും ഇറാന്റെ ആവശ്യം അവർ മുന്നോട്ട് വെച്ചു. ചർച്ചയ്ക്ക് സമ്മതിച്ചെന്ന വാർത്തകൾ തെറ്റാണെന്നും നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്നുമാണ് ഇറാൻ ഈ വിഷയത്തിൽ അറിയിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ട്രംപ് ഭീഷണിയുടെ സ്വരം തന്നെ എടുത്ത് പ്രയോഗിക്കാൻ ഇന്നലെ തയ്യാറായതും. എന്നാൽ അവിടം കൊണ്ട് തീർന്നോ? അവിടം കൊണ്ടും കാര്യങ്ങൾ തീർന്നില്ല. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം മറികടക്കാൻ ശ്രമിച്ച ഇറാനിയൻ പതാകയണിഞ്ഞ കപ്പൽ തടഞ്ഞുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്നീട് ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. US നാവിക കപ്പലായ USS സ്പ്രൂൺസ് ടൗസ്ക എന്ന കപ്പലിനെ തടഞ്ഞു. ആദ്യം അവർക്ക് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാനിയൻ സംഘം അത് കേൾക്കാൻ തയ്യാറായില്ല. പിന്നാലെ തങ്ങളുടെ നാവിക കപ്പൽ അവരുടെ കപ്പലിനെ തടഞ്ഞു. കപ്പലിന്റെ പൂർണ്ണ അവകാശം ഞങ്ങൾക്കുള്ളതാണ്, അതിലെന്താണ് എന്ന് പരിശോധിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രൂത്ത് സോഷ്യലിൽ ട്രംപിന്റെ മറ്റൊരു പോസ്റ്റ് വരുന്നു. പിന്നാലെ ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. അതിന് വെടിയുതിർക്കുന്ന ശബ്ദം ഉൾപ്പെടെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കേൾക്കാം. Motor Vessel Tosca, vacate your engine room. Vacate your engine room. We're prepared to subject you to disabling fire. അപ്പോ അപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം മറികടക്കാൻ ശ്രമിച്ച ഇറാനിയൻ പതാകയേന്തിയ കപ്പലിന് നേരെ US നാവികസേന വെടിവെക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അപ്പോൾ ഒരു വെടിനിർത്തൽ ഉള്ള ഘട്ടത്തിലാണ് ഈ വെടിവെയ്പ് നടക്കുന്നത്. അതും ഒരു ചർച്ചയ്ക്ക് വേദി ഒരുങ്ങിയിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. വലിയ പ്രകോപനമായാണ് ഇതിനെ ഇറാൻ കണ്ടത്. കപ്പൽ US പിടിച്ചെടുത്തു എന്നത് സ്ഥിരീകരിച്ച ഇറാൻ USന് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് വ്യക്തമാക്കിയത്. ചർച്ചയ്ക്കില്ലെന്ന നിലപാടും പിന്നീട് ഇറാൻ ആവർത്തിച്ചു. അമേരിക്കയുമായി പുതിയ ചർച്ചകൾക്ക് പദ്ധതിയില്ല എന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് തന്നെ വ്യക്തമാക്കി. നേരത്തെ ചർച്ചകൾക്കിടെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ മറക്കാൻ കഴിയില്ല. വെടിനിർത്തൽ കരാർ നടപ്പിലാക്കിയതിന്റെ തുടക്കം മുതൽ തന്നെ അമേരിക്ക അത് ലംഘിച്ചുവെന്നും അബ്ബാസ് അഗ്രച്ചി പറഞ്ഞു. അമേരിക്ക ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് മുൻപ് ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമായിരുന്നു. സമുദ്ര ഉപരോധം ഏർപ്പെടുത്തുകയും ഇറാനിയൻ കപ്പലിനെ ആക്രമിക്കുകയും ചെയ്തു. ഇത് വെടിനിർത്തലിന്റെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ലംഘനമാണ് എന്നതാണ് ഇറാൻ പറയുന്നത്. പുതിയ ആക്രമണം ആരംഭിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ശക്തമായ തിരിച്ചടിയായിരിക്കും ഇറാൻ സമ്മാനിക്കുക എന്നുകൂടി ഇറാന്റെ വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി. ഇന്ന് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഇറാൻ വിദേശകാര്യ വക്താവ് ഇറാന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. ചർച്ചയ്ക്കില്ല, യുദ്ധത്തിന് തയ്യാറാണെന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ നൽകിയിരിക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായി ഫോണിൽ സംസാരിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ എല്ലാ ഒരുക്കങ്ങളും ചർച്ചകൾക്ക് വേണ്ടി പൂർത്തിയായിട്ടുണ്ട്. അവിടെ ഹോട്ടൽ ഉൾപ്പെടെ ഒരുക്കിയിട്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രതിനിധികൾ എത്തും. JD വാൻസിന്റെ നേതൃത്വത്തിലായിരിക്കും അമേരിക്കൻ സംഘം ഇത്തവണയും എത്തുക എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഘട്ടത്തിലാണ് ഇറാൻ ചർച്ചയിൽ നിന്ന് പിന്തിരിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആ സാഹചര്യം ബോധ്യപ്പെടുക എന്നതാണ് ഷഹബാസ് ഷെരീഫിന്റെ ഈ ഫോൺ വിളിയിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. എന്തായാലും ഏകദേശം 45 മിനിറ്റ് ഈ സംഭാഷണം നീണ്ടു എന്നതാണ് മനസ്സിലാകുന്നത്. സംഭാഷണം ഊഷ്മളവും സൗഹൃദപരമായിരുന്നു എന്ന് പാകിസ്ഥാൻ അറിയിച്ചുവെങ്കിലും ഇറാന്റെ നിലപാട് എന്താണ് എന്നത് പാകിസ്ഥാനെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അതായത് ആണവ വിഷയങ്ങൾ ഉൾപ്പെടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറല്ല. മാത്രവുമല്ല, ഈ പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്നത് ഇറാൻ പാകിസ്ഥാനെ ധരിപ്പിച്ചിരിക്കുന്നു. ഓരോ ചർച്ചയുടെ ഘട്ടത്തിലും അമേരിക്ക ഉണ്ടാക്കിയ പ്രകോപനങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നുള്ള നിലപാട് പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട് എന്നതാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അപ്പോൾ വ്യക്തമാകുന്നത് ഈ യുദ്ധം ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നില്ല എന്നതാണ്. ഡീൽ അംഗീകരിച്ചില്ലെങ്കിൽ ഇറാനിലെ ഓരോ പാലവും വൈദ്യുതി പ്ലാന്റും അമേരിക്ക തകർക്കും എന്ന ഭീഷണിയാണ് ഇന്നലെ ട്രംപ് പുറത്തുവിട്ടിട്ടുള്ളത്. ഇറാന്റെ കില്ലിംഗ് മെഷീൻ തകർക്കാൻ സമയമായി എന്നതാണ് ട്രംപിന്റെ ഭീഷണി. ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ രാജ്യവും അമേരിക്കയും ക്രൂരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് എന്നാണ് ഇറാനെ ലക്ഷ്യമിട്ടുകൊണ്ട് നെതന്യാഹു പറഞ്ഞത്. ലോകത്തെ ഭീകരതയിലാഴ്ത്തുന്നത്
നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന, US തകർക്കാൻ ശ്രമിക്കുന്ന, പാശ്ചാത്യ നാഗരികതയെ തകർക്കാൻ ശ്രമിക്കുന്ന ഇറാൻ എന്ന വലിയ ഏകാധിപത്യത്തിനെതിരെ അമേരിക്കയുമായി ചേർന്ന് ഞങ്ങൾ പോരാടുകയാണ് എന്നതാണ് ഇപ്പോഴത്തെ ഓപ്പറേഷനെ ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിക്കുന്നത്. നമ്മൾ വലിയ നേട്ടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൈവരിച്ചു, അത് അവസാനിച്ചിട്ടില്ല, ഏത് നിമിഷവും പുതിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകാം എന്ന ഒരു സൂചന കൂടി ബെഞ്ചമിൻ നെതന്യാഹു നൽകുകയാണ്. ഏതാണ്ട് ട്രംപും സമാനമായ നിലയിലുള്ള പ്രസ്താവനകളാണ് നടത്തുന്നത്. 47 വർഷം അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് കഴിയാതിരുന്ന കാര്യം താൻ ചെയ്യാൻ പോകുന്നു എന്ന തരത്തിലുള്ള അവകാശവാദമാണ് ട്രംപും ഉയർത്തുന്നത്. എന്തായാലും ഈ യുദ്ധം അവസാനിക്കില്ല എന്നത് ഏറെക്കുറെ ഉറപ്പാവുകയാണ്. പരസ്പരം പുകഴ്ത്തി അമേരിക്കയും ഇസ്രയേലും നീങ്ങുന്നു. ചർച്ചകൾക്കിടയിൽ പ്രകോപനം സൃഷ്ടിച്ച് ട്രംപ് തന്നെ എല്ലാം വഴിതിരിച്ചു വിടുന്ന കാഴ്ചകൾ കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ വെടിനിർത്തൽ എന്നത് ബുധനാഴ്ച വരെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബുധനാഴ്ചയോടുകൂടി വെടിനിർത്തലിന്റെ സമയം തീരുകയാണ്. എന്ത് സംഭവിക്കും എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാകണം എന്നതാണ് ലോകം ആഗ്രഹിക്കുന്നത്. ഈ 51 ദിവസം പിന്നിടുമ്പോൾ തന്നെ ഇതിന്റെ കെടുതികൾ എല്ലാ രാഷ്ട്രങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മളുടെ അടുക്കളകളിൽ വരെ ആ യുദ്ധക്കെടുതികൾ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ലോകരാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അതിന് ഒട്ടും ഉതകുന്ന സമീപനമല്ല അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആ പ്രകോപനങ്ങളിൽ ചർച്ചയ്ക്കില്ല എന്ന നിലപാടിലേക്ക് ഇറാനും എത്തിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ചർച്ച എന്നത് അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കും എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അപ്പോൾ യുദ്ധം ഉടനൊന്നും അവസാനിക്കില്ല എന്ന് ബോധ്യമാവുകയാണ്. മാത്രവുമല്ല, എന്തും സംഭവിക്കാം എന്ന തലത്തിലേക്ക് എത്തുകയാണ്. ട്രംപ് പല ഭീഷണികളും മുഴക്കി അന്ത്യശാസനം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് പിന്നോട്ട് പോകുന്ന ട്രംപിനെ നമ്മൾ ഇതിനോടകം പല തവണകളിൽ കണ്ടിട്ടുള്ളതാണ്. ട്രംപ് വെടിനിർത്തലിലേക്ക് പോകുന്നതൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്തും സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട്. എന്നാലും ഇപ്പോൾ വരുന്ന ഭീഷണികൾ ഇറാനെ തകർത്ത് കളയും എന്ന ഭീഷണികളാണ്. ഹോർമുസിലേക്ക് യുദ്ധം കേന്ദ്രീകരിക്കുന്നത് നമ്മൾ കാണുന്നു. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് വെടിവയ്പ് നടത്തിയതിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് മേഖലയിൽ ഇന്ത്യൻ നാവികസേന സുരക്ഷാ വലയം കടുപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് വലിയ ആശങ്കയുണ്ടാക്കിയ സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇന്ത്യ ഇതിൽ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഊർജ്ജ വിതരണം പക്ഷേ തടസ്സമില്ലാതെ നടക്കുന്നു എന്നത് ഉറപ്പാക്കുന്നതിനായി ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന വലിയ ദൗത്യം നമുക്ക് മുന്നിലുണ്ട്. ആ വെല്ലുവിളി നമുക്ക് മുന്നിലുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായി ഇന്ത്യ തന്ത്രപരമായ ചില നീക്കങ്ങൾ നടത്തുന്നു എന്നതിൻ്റെ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അത് പല രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ടും ഇന്ത്യ നടത്തിവരുന്ന ചില ചർച്ചകളാണ് ആ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സൗദി അറേബ്യ സന്ദർശിച്ചിരിക്കുന്നു. തന്ത്രപ്രധാനമാണ് ഈ സന്ദർശനം എന്നതുൾപ്പെടെയുള്ള വാർത്തകൾ വരികയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. അപ്പോൾ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതിന് പിന്നാലെ 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയുണ്ടായ വെടിവയ്പിൽ അതിൽ കരുതലോടെയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കം. ഈ വിഷയത്തെ ആദ്യം തന്നെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. ഇറാൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി നിലപാട് വ്യക്തമാക്കിയിരുന്നു. വെടിവയ്പ്പിനിടയിലും ഇന്ത്യയുടെ ദേശ്-ഗരിമ എന്ന കപ്പൽ ഹോർമുസ് കടന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യ ഇറാൻ ബന്ധം ശക്തമെന്നും വിഷയം പരിഹരിക്കുമെന്നും ഇറാന്റെ വക്താക്കൾ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യങ്ങൾ ഒക്കെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ഇറാനോട് പൂർണ്ണമായും അകലുന്ന ഒരു നയം വേണ്ട എന്ന നിലപാടിലേക്ക് ഇന്ത്യ എത്തി. അതായത് ഇന്ത്യൻ കപ്പൽ ആ സംഭവത്തിന് തൊട്ടടുത്ത് തന്നെ ഇന്ത്യൻ കപ്പൽ കടത്തിവിടുന്ന ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ഇറാൻ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തതോടുകൂടി തന്നെയാണ് ഇന്ത്യ വളരെ കരുതലോടുകൂടി ഈ വിഷയത്തെ സമീപിക്കുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഇറാനുമേൽ അമേരിക്ക സമുദ്ര ഉപരോധം തുടരുമെന്ന് പ്രഖ്യാപിച്ചതാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചത്. അതാണ് ഈ ഇറാനെ വലിയ രീതിയിൽ പ്രകോപിപ്പിക്കുകയും ഇന്ത്യൻ കപ്പലിന് നേരെ പോലും ആക്രമണം അഴിച്ചുവിടുക എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും. എന്തായാലും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള അമേരിക്കൻ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അമേരിക്ക ഈ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് വെടിനിർത്തലിലും മാറ്റാൻ അമേരിക്ക തയ്യാറായില്ല. ഹോർമുസ് ഉപാധികളില്ലാതെ തുറക്കണം എന്നതാണ് ഇന്ത്യയുടെ ഈ വിഷയത്തിലുള്ള നിലപാട്. ഇതിനെ പിന്തുണച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ UAE ഉൾപ്പെടെ രംഗത്തെത്തിയത് നമ്മൾ കണ്ടതാണ്. ഈ വിഷയം ഇന്ത്യയുടെ നിലപാട് UN-ലും അറിയിച്ചിട്ടുണ്ട്. യാതൊരു ഉപാധികളുമില്ലാതെ ഹോർമുസ് തുറക്കണം എന്നതാണ് ഈ വിഷയത്തിലുള്ള ഇന്ത്യയുടെ നിലപാട്. ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികളിൽ
വ്യക്തമായ തീരുമാനം സമാധാനത്തിന് അനിവാര്യം എന്ന കാര്യം ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുമ്പോൾ UAE വ്യക്തമാക്കിയിട്ടുണ്ട്. കടലിടുക്കിലെ പഴയ സ്ഥിതി പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യ ഫ്രാൻസുമായും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ സാധ്യമായ രാഷ്ട്രങ്ങളുമായിട്ടൊക്കെ ഈ വിഷയത്തിൽ ഇന്ത്യ ആശയവിനിമയം നടത്തിവരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇക്കാര്യങ്ങളിൽ തന്ത്രപരമായി ചർച്ചകൾ തുടരുന്നു ഇന്ത്യ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അജിത് ഡോവലിന്റെ സൗദി അറേബ്യ സന്ദർശനവും വരുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഊർജ്ജ വിതരണം തടസ്സമില്ലാതെ ഉറപ്പാക്കുന്നതിനും ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമായിട്ടാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സൗദി അറേബ്യ സന്ദർശിച്ചത് എന്നതാണ് വ്യക്തമാകുന്നത്. റിയാദിലെത്തിയ അജിത് ഡോവലിനെ മുൻ ഇന്ത്യൻ സ്ഥാനപതിയും സൗദി രാഷ്ട്രീയകാര്യ ഡെപ്യൂട്ടി മന്ത്രിയുമായ സൗദ് അൽ സദി സ്വീകരിച്ചു. സൗദി ഊർജ്ജ മന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാൻ, വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ, സൗദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തുടങ്ങിയവരുമായി അജിത് ഡോവൽ ചർച്ചകൾ നടത്തി. ഉഭയകക്ഷി ബന്ധം, മേഖലയിലെ നിലവിലെ സാഹചര്യം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നതാണ് മനസ്സിലാകുന്നത്. റിയാദിലെ ഇന്ത്യൻ എംബസി ഇക്കാര്യങ്ങളിൽ ചർച്ച നടന്നു എന്നത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടതിനെ തുടർന്ന് ഇന്ധന വിതരണത്തിൽ തടസ്സം നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ സന്ദർശനം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രസക്തി. റഷ്യയും ഇറാഖും കഴിഞ്ഞാൽ ഇന്ത്യ കൂടുതൽ ഇന്ധനം വാങ്ങുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ്. ഏകദേശം 40 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് സൗദി അറേബ്യയിൽ താമസിക്കുന്നത്. ഇന്ത്യക്കാരുടെ സുരക്ഷ നമുക്ക് ഈ യുദ്ധം തുടങ്ങിയ അന്നു മുതൽ വലിയ ആശങ്കയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കാര്യങ്ങളിലും കൂടിക്കാഴ്ചയിൽ ചർച്ചകൾ ഉണ്ടായി എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് വെടിവയ്പ് നടത്തിയതിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് മേഖലയിൽ ഇന്ത്യൻ നാവികസേന സുരക്ഷാ വലയം ഘടിപ്പിച്ചിട്ടുണ്ട്. പേർഷ്യൻ ഗൾഫിലൂടെ സഞ്ചരിക്കുന്ന ഇന്ത്യൻ പതാകയേന്തിയ കപ്പലുകൾക്ക് സേന കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാന്റെ തന്ത്രപ്രധാനമായ ലാറക് ഐലൻഡിന് സമീപത്ത് നിന്ന് വിട്ടു നിൽക്കണമെന്നും നാവികസേനയുടെ നേരിട്ടുള്ള നിർദ്ദേശം ലഭിച്ചാൽ മാത്രം യാത്ര തുടർന്നാൽ മതി എന്ന അറിയിപ്പും ഒക്കെ ഇന്ത്യ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ജാഗ്രത ഒരു ഭാഗത്ത് തുടർന്നുകൊണ്ട് തന്നെ മറ്റ് രാഷ്ട്രങ്ങളുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ. അതിന്റെ ഭാഗമാണ് അജിത് ഡോവലിന്റെ സൗദി സന്ദർശനം ഉൾപ്പെടെ. നിലവിൽ ഹോർമുസ് കടലിടുക്ക് കടക്കാൻ കാത്തുനിൽക്കുന്ന എല്ലാ ഇന്ത്യൻ കപ്പലുകളുടെയും സുരക്ഷയ്ക്കാണ് ഇപ്പോൾ നമ്മൾ മുൻഗണന നൽകുന്നത്. അതേസമയം തന്നെ ഊർജ്ജ പ്രതിസന്ധിയില്ല എന്നത് ഉറപ്പാക്കാനുള്ള ചില നീക്കങ്ങളും നടത്തുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. നേരത്തെ ഹോർമുസ് പ്രതിസന്ധി ഉടലെടുക്കുന്ന ഘട്ടങ്ങളിൽ തന്നെ ഇന്ത്യ ഈ രീതിയിലുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം UAE സന്ദർശിച്ചിരുന്നു. കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഖത്തറിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇന്ത്യയുടെ മുഖ്യ ഊർജ്ജ പങ്കാളികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക, അതിൽ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോവുക, ഊർജ്ജ ലഭ്യത ഉറപ്പാക്കുക എന്നതൊക്കെയാണ് ഈ സന്ദർശനങ്ങളുടെ ലക്ഷ്യം എന്നതാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല ഈ വിഷയത്തിൽ ഒരു സമ്മർദ്ദ തന്ത്രം രൂപീകരിക്കുക, ഏക അഭിപ്രായം രൂപീകരിക്കുക എന്നതുമൊക്കെ ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമാണ് എന്ന് കരുതുന്നു. അങ്ങനെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ന് സൗദിയിൽ നടത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെങ് മ്യൂങ് ഇന്ത്യയിൽ ത്രിദിന സന്ദർശനത്തിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ട് എന്നതാണ്. പല മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇരു രാഷ്ട്രത്തലവന്മാരുമായി ഇന്ന് നടന്നിട്ടുണ്ട്. പല സുപ്രധാനമായിട്ടുള്ള കരാറുകളിലും ഏർപ്പെട്ടിട്ടുണ്ട്. ത്രിദിന സന്ദർശനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിലെത്തിയ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന് വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ലഭിച്ചത്. പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ലോകം മുഴുവൻ സംഘർഷങ്ങളും രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളും ഒക്കെ നേരിടുന്ന ഈ സമയത്ത് ഇന്ത്യയും ദക്ഷിണ കൊറിയയും സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും സന്ദേശം നൽകുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചത്. ഇരു രാഷ്ട്ര നേതാക്കളും പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെങ് മ്യൂങ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ദക്ഷിണ കൊറിയയും ഇന്ത്യയും ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവയുൾപ്പെടെയുള്ള ഊർജ്ജ വിതരണത്തിന്റെ വലിയൊരു ഭാഗം അത് മിഡിൽ ഈസ്റ്റിനെയാണ് ആശ്രയിക്കുന്നത്. അതിനാൽ തന്നെ ഈ സമുദ്രപാതകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് ജനങ്ങളുടെ സുരക്ഷയ്ക്കും രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ദക്ഷിണ കൊറിയയെ സംബന്ധിച്ചും അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നത് അദ്ദേഹം ഊന്നി പറഞ്ഞു. എല്ലാ കപ്പലുകൾക്കും ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായും സ്വതന്ത്രമായും സഞ്ചരിക്കാൻ കഴിയുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ
ദക്ഷിണ കൊറിയ ഇന്ത്യയുമായി അടുത്ത ആശയവിനിമയം നടത്തി മുന്നോട്ട് പോകും എന്നതാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. ഈ പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്നതിനായി പ്രസക്തമായ അന്താരാഷ്ട്ര വേദികളിൽ ഒന്നിച്ച് നിൽക്കും എന്ന ഒരു ഉറപ്പും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ദക്ഷിണ കൊറിയയുമായും ഈ വിഷയത്തിൽ ഇന്ത്യ ഒരു യോജിച്ച നിലപാടിലേക്ക് എത്തുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അത്തരം ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഊർജ്ജ പ്രതിസന്ധിയില്ലാതെ മുന്നോട്ട് പോകുന്നതിന്റെ സാഹചര്യം വളരെ പ്രസക്തമാണ്. നമുക്ക് ഇതുവരെ 51 ദിവസം പിന്നിടുമ്പോൾ വലിയ പ്രതിസന്ധി നമ്മളുടെ അടുക്കളകളിൽ വരെ എത്തി എന്ന് പറയുമ്പോൾ പോലും മറ്റ് ഏഷ്യൻ രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയുന്നു എന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ സാഹചര്യം ഉറപ്പുവരുത്തുക, ഊർജ്ജ പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുക തുടങ്ങിയ ദൗത്യങ്ങളുമായാണ് ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നത്. എന്തായാലും അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകൾക്ക് പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയത്തിനേറ്റ വലിയ തിരിച്ചടിയാണ് എന്നത് കോൺഗ്രസ് ഉൾപ്പെടെ ആരോപിക്കുന്നുണ്ട്. അത്തരം വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ആ സാഹചര്യത്തിലാണിപ്പോൾ നമ്മൾ മറ്റു തരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടത്തുന്നതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. എന്തായാലും പ്രശ്നം മറികടക്കാനുള്ള നീക്കങ്ങൾ ഇന്ത്യ സജീവമാക്കുന്നു എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഇങ്ങനെ നീണ്ടുപോയാൽ എന്തായാലും എല്ലാ രാഷ്ട്രങ്ങളെ സംബന്ധിച്ചും എല്ലാ ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ചും യുദ്ധം നീണ്ടുപോകുന്നത് മോശം സാഹചര്യം തന്നെ സൃഷ്ടിക്കും, വലിയ പ്രതിസന്ധി തന്നെ ഉടലെടുക്കും. പ്രശ്നം ഏറ്റവും പെട്ടെന്ന് അവസാനിക്കുകയാണ് വേണ്ടത്. എന്തായാലും അതിൽ ആ പ്രതിസന്ധി മറികടക്കുന്നതിനും അഭിപ്രായ രൂപീകരണത്തിനുമൊക്കെയുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളാണ് നമ്മൾ കാണുന്നത്. യുദ്ധം വേഗം അവസാനിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധിയെഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം.
കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഫ്ലാഷ് ന്യൂസുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പുറംകാഴ്ചകളായി ഓടിമറയും. കാഴ്ചകൾ വിശാലമായിരിക്കണം. ഒരു വശം മാത്രമല്ല, എല്ലാ വശവും നമ്മളിലേക്ക് എത്തണം. PV അൻവർ ആണ് നമ്മൾ കേരളത്തിലെ വാർത്തകളിലേക്ക് വരുമ്പോൾ PV അൻവർ തൃണമൂൽ കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കുന്നു എന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. തൃണമൂൽ കോൺഗ്രസ് വിട്ടിരിക്കുന്നു എന്ന് PV അൻവർ അറിയിച്ചിരിക്കുന്നു. പുതിയ പാർട്ടി മെയ് മാസത്തിൽ പ്രഖ്യാപിക്കും എന്നതാണ് PV അൻവർ പറയുന്നത്. എന്തായാലും സംസ്ഥാനത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാന പാർട്ടിക്ക് രൂപം നൽകാനാണ് നീക്കം എന്ന് PV അൻവർ പറയുന്നു. സംസ്ഥാന പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഫാഷിസത്തെയും ഒപ്പം തന്നെ പിണറായിസത്തെയും ഒരുപോലെ എതിർക്കും എന്നുകൂടി പറയുന്നുണ്ട്. പിണറായിസവും മരുമോനിസവും വിടാതെ തന്നെയാണ് പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനവും PV അൻവർ നടത്തുന്നത്. അപ്പോൾ എന്താണ് PV അൻവറിന്റെ പ്ലാൻ എന്നതാണ് നമ്മൾ ഇനി നോക്കുന്നത്. എന്തായാലും തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിച്ചു എന്നത് PV അൻവർ അറിയിച്ചത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ്. എറണാകുളം കളമശ്ശേരി സീ പാർക്ക് ഹോട്ടലിൽ നടന്ന ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകത്തിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് പിന്നാലെയാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് PV അൻവർ ഇടുന്നത്. തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിച്ചതായി അൻവർ അറിയിച്ചു. ദേശീയ രാഷ്ട്രീയത്തിൽ ഉരുത്തിരിയുന്ന സവിശേഷ സാഹചര്യം കണക്കിലെടുത്താണ് തൃണമൂൽ കോൺഗ്രസ് എന്ന നിലയിൽ മുൻപോട്ട് പോകേണ്ടതില്ല എന്ന പ്രമേയം അംഗീകരിച്ചത് എന്നതാണ് PV അൻവർ പറയുന്നത്. അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ കാര്യം പുറത്തേക്ക് വരുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഉരുത്തിരിയുന്ന സവിശേഷ സാഹചര്യമാണ് ഇതിനൊരു കാരണമായി PV അൻവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് എന്നതുകൂടി അൻവർ പറയുന്നു. ഇതോടുകൂടി ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കൺവീനർ എന്ന സ്ഥാനം രാജിവെക്കുന്നതായും തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്നതായും അറിയിച്ചുകൊണ്ടായിരുന്നു PV അൻവറിന്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. മറ്റുള്ള കാര്യങ്ങൾ വിശദമായി വാർത്താസമ്മേളനത്തിൽ പറയും എന്ന് കൂടി PV അൻവർ പറഞ്ഞു. പിന്നീട് അദ്ദേഹം വാർത്താസമ്മേളനവും നടത്തി. തൃണമൂൽ കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചതായി പറയുകയാണ്. തൃണമൂൽ കോൺഗ്രസിലെ എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചു എന്ന് PV അൻവർ പറഞ്ഞു. ഉടൻ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നതാണ് അൻവറിന്റെ പ്രഖ്യാപനം. രാഹുൽ ഗാന്ധിയുടെ ആശയങ്ങളോട് യോജിക്കുന്നതായിരിക്കും പുതിയ പാർട്ടി എന്ന് പറയുന്നു. മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് സ്വഭാവമുള്ളതായിരിക്കും പാർട്ടിയെന്ന് PV അൻവർ പറയുന്നു. കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാന പാർട്ടി ഫാഷിസത്തെയും പിണറായിസത്തെയും ഒരുപോലെ എതിർക്കുമെന്ന് പറഞ്ഞു. മെയ് പകുതിക്കകം തന്നെ സംസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ സംവിധാനം വരും എന്നതാണ് അൻവർ പറയുന്നത്. സംസ്ഥാന കമ്മിറ്റി ചേർന്നാണ് ഈ തീരുമാനമെടുത്തതെന്ന് അൻവർ പറയുന്നു. 1.5 വർഷമായി തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു. പഞ്ചായത്ത് തലത്തിൽ വരെ കമ്മിറ്റി രൂപീകരിച്ച് നന്നായി പ്രവർത്തിച്ചു വരികയായിരുന്നു. എന്നാൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് സ്വാഭാവികമായി ലഭിക്കേണ്ട ഒരു പിന്തുണയും തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ലഭിച്ചില്ല എന്നതാണ് PV അൻവർ ചൂണ്ടിക്കാട്ടുന്നത്. കോൺഗ്രസുമായി സഹകരിക്കുന്നതിൽ ഒരു പ്രയാസവുമില്ല എന്നായിരുന്നു ദേശീയ നേതൃത്വത്തിന്റെ ആദ്യത്തെ നിലപാട്. കാര്യങ്ങൾ എന്നാൽ മുന്നോട്ട് പോയപ്പോൾ ഇതിൽ നിന്ന് ദേശീയ നേതൃത്വം പിന്മാറി. കോൺഗ്രസുമായി ഐക്യപ്പെട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തെയും പിന്തുണയ്ക്കാൻ ബംഗാളിൽ അവർക്ക് പ്രയാസമുണ്ട് എന്ന് നേതൃത്വം അറിയിച്ചു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ആ ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു പാർട്ടി രൂപീകരിക്കുക എന്ന നീക്കത്തിലേക്ക് PV അൻവർ എത്തുന്നത് എന്നതാണ് അൻവർ പറയുന്നത്. അൻവർ തന്നെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ുമായുള്ള ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിൻ്റെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കാൻ ഇന്ന് പ്രമേയം വഴി ഞങ്ങൾ തീരുമാനിച്ചത് പത്രമാധ്യമങ്ങൾ വഴി ജനങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് തൊട്ട് പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിച്ച് അടുത്ത മാസം 15-ാം തീയതിക്കുള്ളിൽ എല്ലാ ജില്ലകളിലെയും ജില്ലാ കമ്മിറ്റികളെ വിളിച്ചു ചേർത്ത് പുതിയ പാർട്ടിയുടെ പേരും നയരേഖയും ഒക്കെ ചർച്ചകൾ നടത്തി മെയ് 15-ാം തീയതിക്കുള്ളിൽ സംസ്ഥാനത്തെ ഒരു പുതിയ രാഷ്ട്രീയ സംവിധാനമായി സംസ്ഥാനത്തിന് പരമാവധി പരിഗണന നൽകുന്ന UDF-നോട് ഒപ്പം നിന്നുകൊണ്ട് ഈ പിണറായിസത്തെയും ഫാസിസത്തെയും എതിർക്കുന്ന ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്ക് പരിപൂർണമായ പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രീയ നിലപാടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി
ഒരു പുതിയ പാർട്ടിയെ രൂപീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതാണ് തന്റെ പുതിയ പാർട്ടി പ്രഖ്യാപനത്തെക്കുറിച്ച് PV അൻവർ പറഞ്ഞത്. നമുക്കറിയാം ബേപ്പൂരിൽ അതിശക്തമായ മത്സരമാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. LDFന്റെ PA മുഹമ്മദ് റിയാസിനെയാണ് അൻവർ നേരിട്ടത്. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തനമൊക്കെ നടത്താൻ PV അൻവറിനെ സംബന്ധിച്ച് കഴിഞ്ഞു. പക്ഷേ പ്രചരണത്തിന്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം കുറച്ച് പിന്നോട്ട് പോയോ എന്ന സംശയങ്ങളൊക്കെ ഉണ്ടാകുന്ന തരത്തിലായിരുന്നു പിന്നീട് പ്രചരണം കണ്ടത്. ഇത് ഇന്ന് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ ദേശീയ തലത്തിൽ നിന്ന് ഒരു നേതാവിനെ പോലും അയച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഒരു നേതാവിനെ പോലും അവർ അയച്ചു തന്നില്ല ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്നൊരു കാര്യം പറയുന്നുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടുണ്ടായത് കാര്യം ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസുമായി വേദി പങ്കിടാൻ പറ്റില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് തൃണമൂൽ നേതൃത്വം അത്തരമൊരു നിലപാടെടുത്തത് എന്നതാണ് അൻവർ പറയുന്നത്. ബംഗാളിൽ രാഷ്ട്രീയപരമായി ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ആവശ്യം തൃണമൂൽ നേതൃത്വം നിരാകരിച്ചത് എന്ന് പറയുന്നു. ഈ നിലപാടുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയാണ് തൃണമൂലുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇപ്പോൾ ഉപേക്ഷിച്ച് പുതിയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചതെന്നാണ് PV അൻവർ പറയുന്നത്. കേരളത്തിന് പ്രത്യേക പരിഗണന നൽകുന്ന പാർട്ടിയായിരിക്കും രൂപീകരിക്കുക എന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ പ്രമേയം പാസാക്കി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് PV അൻവർ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് PV അൻവറിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി, PV അൻവർ ഉൾപ്പെടെ പല നേതാക്കളുടെയും രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ രാഷ്ട്രീയ ഭാവി എന്ത് എന്ന് നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് തൊട്ടു മുൻപ് തന്നെയാണ് PV അൻവർ ഇത്തരം ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുന്ന സാഹചര്യം വ്യക്തമാക്കുന്നത്. അതിന്റെ പ്രഖ്യാപനം മെയ് 15-ന് ശേഷം ഉണ്ടാകുമെന്ന് പറയുന്നത്. ഈ CPM വിട്ടുവന്ന ചിലരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങുന്നു PV അൻവർ, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകളുണ്ട്. എന്തായാലും PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തെരഞ്ഞെടുപ്പിന് ശേഷം എന്താകുമെന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. ആ ഭാവി എന്ത് എന്നതിന്റെ റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ ഭാവി സുരക്ഷിതമാക്കാനുള്ള പരിപാടികളുമായി PV അൻവർ മുന്നോട്ട് പോകുന്നു എന്നതാണ് പുതിയ പാർട്ടി പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നത്. അതിൽ മാക്സിമം ആളുകളെ ഒരുമിപ്പിച്ച് നിർത്തുക എന്ന ഒരു തന്ത്രമാണ് PV അൻവർ ഇപ്പോൾ ആവിഷ്കരിക്കുന്നത്. അത് രൂപീകരിച്ചുകൊണ്ട് UDF-നൊപ്പം നിന്ന് പോവുക, കോൺഗ്രസിനോട് സഹകരിച്ചു പോവുക എന്ന ഒരു സമീപനമാണ് PV അൻവർ സ്വീകരിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണേണ്ടതാണ്. ബേപ്പൂരിലെ ഫലം എന്തായാലും PV അൻവറിന്റെ ഭാവി സംബന്ധിച്ച് വളരെ നിർണായകമാകുന്ന ഒരു ഘട്ടമുണ്ട്. ഏതൊരു സാഹചര്യം വന്നാലും നിലനിർത്താൻ കഴിയും മണ്ഡലം എന്നതാണ് LDFന്റെ കണക്കുകൂട്ടൽ. അപ്പോഴും നേരിയ പ്രതീക്ഷ PV അൻവർ വെച്ച് പുലർത്തുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് തന്നെ താൻ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്നതിന്റെ സൂചന കൂടിയാണ് PV അൻവർ ഇപ്പോൾ നൽകുന്നത്. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം അത് പല ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. നിതിൻ രാജ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിന്റെ ഇരയാണ് എന്നത് വ്യക്തമായിട്ടുണ്ട്. പലവിധ കാരണങ്ങൾ നിതിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൽ ഉണ്ട്. ജാതീയമായ അധിക്ഷേപം നേരിട്ടിരുന്നു നിതിൻ രാജ് എന്നതിൻ്റെ തെളിവുകൾ ആ വിദ്യാലയത്തിൽ ഒപ്പം പഠിച്ച സഹപാഠികളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായതാണ്. അതിൻ്റെ അന്വേഷണം പക്ഷേ ആ നിലയിലാണ് പോകുന്നത് എന്നത് സംബന്ധിച്ചൊക്കെയുള്ള പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. കുടുംബത്തിന് വലിയ ആശങ്ക അതുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ നിതിൻ്റെ മരണത്തിന് ഒരു കാരണം ലോൺ ആപ്പാണ് എന്ന തരത്തിൽ വാർത്തകൾ വന്നു. പോലീസ് തന്നെ അക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. അതുമായി ബന്ധപ്പെട്ട് ഈ ലോൺ ആപ്പിന് പിന്നിലുള്ളവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു. അത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുള്ള ഭീഷണി വീണ്ടും ചർച്ചയാക്കിയിരിക്കുകയാണ്. തട്ടിപ്പിനിരയായ നിരവധി പേർ ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ചർച്ചകൾ നടക്കുമ്പോഴും അത്തരം അനുഭവങ്ങൾ പലരുടേതായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് മുന്നിലേക്ക് വന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയതാണ് വിഷ്ണു എന്ന യുവാവിൻ്റെ അവസ്ഥ. ആ വിഷ്ണുവിനെ ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. കുടുംബത്തിന് വിഷ്ണുവിനെ കണ്ടെത്താൻ ഈ വാർത്തകളും ഈ ചർച്ചകളും ഇപ്പോൾ വഴിയൊരുക്കിയിരിക്കുന്നു. ലോൺ ആപ്പിന്റെ ഭീഷണിയും മറ്റ് സാഹചര്യങ്ങളുമാണ് ഇനി നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. ഓൺലൈൻ ലോൺ ആപ്പ് ഭീഷണിയെ തുടർന്ന് കോഴിക്കോട് വടകരയിൽ നിന്നാണ് വിഷ്ണുവിനെ കാണാതായത്. ആ വിഷ്ണുവിനെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്ന് കണ്ടെത്തിയത്. ഏപ്രിൽ 13 മുതലാണ് വിഷ്ണുവിനെ വീട്ടിൽ നിന്ന് കാണാതായിരുന്നത്. ലോൺ ആപ്പുകളിൽ നിന്ന് വിഷ്ണു പണം കടമെടുത്തിരുന്നു. ഈ കടം തീർക്കുന്നതിന് വേണ്ടി ഇവരുടെ ശല്യം രൂക്ഷമായപ്പോൾ
ബ്ലേഡ് പലിശക്കാരിൽ നിന്ന് വിഷ്ണു പണം വാങ്ങി. അങ്ങനെ 2 തരത്തിലുള്ള ഭീഷണികൾ വിഷ്ണുവിന് നേരിടേണ്ടി വന്നു. ഇങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധികളും ഭീഷണികളും നിലനിന്നപ്പോഴാണ് വിഷ്ണുവിനെ കാണാതായത്. വിഷ്ണു വീട് വിട്ട് പോകാൻ ഇത് രണ്ടും കാരണമായി എന്നാണ് കരുതപ്പെടുന്നത്. ഇന്ന് നേത്രാവതി എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന വിഷ്ണു കൂടെയുണ്ടായിരുന്ന ഒരു യാത്രക്കാരന്റെ ഫോൺ വാങ്ങി വീട്ടിലേക്ക് വിളിച്ച് അമ്മയോടും അനിയനോടും സംസാരിച്ചിരുന്നു. വിഷ്ണുവിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ സജീവമായി വന്ന ഒരു സാഹചര്യത്തിലായിരിക്കണം അങ്ങനെ വീട്ടുകാരെ ബന്ധപ്പെടാൻ വിഷ്ണുവിന് തോന്നിയത്. ഇപ്പോൾ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് തന്നെയാണ് വിഷ്ണു ആദ്യം പറഞ്ഞത്. എന്നാൽ പിന്നീട് കുടുംബാംഗങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി RPF ഉദ്യോഗസ്ഥനായ അമ്മാവിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിഷ്ണു സമ്മതിച്ചു. പിന്നീട് ബന്ധുക്കളും ഒക്കെ ആയിട്ട് വിഷ്ണു കാണുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ബന്ധുക്കളുടെ ആ ഇടപെടലും വിഷ്ണു തിരിച്ചെത്തുന്നതിനൊരു കാരണം ആയിട്ടുണ്ട്. എന്തായാലും ലോൺ ആപ്പുകൾ വലിയ സാമൂഹിക ഭീഷണിയാകുന്നു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഈ വിഷ്ണുവിൻ്റെ ജീവിതവും. പോലീസ് തന്നെ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടെ കേരളത്തിൽ നിന്ന് ഈ ലോൺ ആപ്പ് സംഘം തട്ടിയത് 70 കോടിയാണ് എന്നതാണ് പോലീസിന്റെ തന്നെ ഞെട്ടിക്കുന്ന കണക്കുകൾ. ഒരു ഈടുമില്ലാതെ, ഒരു ബാങ്കിങ്ങിന്റെ പ്രശ്നങ്ങളുമില്ലാതെ, നൂലാമാലകളില്ലാതെ ഒറ്റ ക്ലിക്കിൽ തന്നെ പണം അക്കൗണ്ടിലെത്തും എന്നതാണ് ഈ ലോൺ ആപ്പുകളുടെ ഏറ്റവും വലിയ ആകർഷണം. പക്ഷേ ആ ഘട്ടത്തിൽ ഇതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന കെണിയെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. വമ്പൻ പലിശയാണ് ഇവർ ഈടാക്കുന്നത്. തിരിച്ചടവ് തെറ്റിയാൽ ഇടതടവില്ലാതെ തന്നെ അവർ ഭീഷണിപ്പെടുത്തും. മോർഫ് ചെയ്ത നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിക്കും. നമ്മളുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറി അത് ഈടാക്കിക്കൊണ്ടാണ് ഇവർ ഈ ലോൺ തരുന്നത്. മോഹവലയിൽപ്പെട്ട് നമ്മൾ ആ ലോൺ എടുത്തു കഴിഞ്ഞാൽ ജീവിതം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് വരെ ഒരുപക്ഷെ ഇവർ നമ്മളെ തള്ളിവിടും. ഇരയാക്കപ്പെടുന്നവരിൽ 5-1 വീട്ടമ്മമാരാണ് എന്നതാണ് മനസ്സിലാകുന്നത്, കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ പരാതിപ്പെടുന്നവർ പിന്നീട് കേസുമായി മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല. അത് പിന്നീടുണ്ടാക്കുന്ന വലിയ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർ കേസുമായി മുന്നോട്ട് പോകാൻ തയ്യാറാകാത്തത്. ഇനി കേസ് കൊടുത്താൽ തന്നെ ഈ സൈബർ ക്രൈം വിഭാഗത്തിന് ഇവരെ കണ്ടെത്തുക, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളാണ്. അപ്പോൾ പോലീസ് റിപ്പോർട്ടിലെ കണക്കുകൾ എന്തായാലും ഞെട്ടിക്കുന്നതാണ്. ഈ ആപ്പ് കെണി തുടർക്കഥയാകുമ്പോൾ പോലീസ് കണക്കുകൾ നമ്മളെ ഞെട്ടിപ്പിക്കും. സൈബർ വിഭാഗത്തിലേക്ക് എത്തിയ പരാതികൾ എന്ന് പറയുന്നത് ഏതാണ്ട് 5500ഓളം പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നതാണ് പോലീസ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. മലപ്പുറം, എറണാകുളം, പാലക്കാട്, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കൂടുതൽ പരാതികൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ്. ഇരകളാക്കപ്പെടുന്നവരിൽ 31% സ്വകാര്യ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നവരാണ്. ഈ ചെറിയ ശമ്പളക്കാരെ, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്. ഇതിൽ 20% പേരും, തട്ടിപ്പിനിരയായിട്ടുള്ളതിൽ 20% പേരും വീട്ടമ്മമാരാണ്. വ്യാപാരികളും ഡ്രൈവർമാരും വിദ്യാർത്ഥികളും ഒക്കെ ഈ വായ്പയെടുത്ത് കെണിയിൽപ്പെട്ടിട്ടുള്ളതായി ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഈ സൈബർ വിഭാഗ സഹായം തേടി നിരവധി പേർ എത്തും. പക്ഷേ അതിൽ വളരെ കുറച്ച് പേർ മാത്രമാണ് ഈ പരാതി നൽകി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുന്നത്. അത് 20%ഓളം പേർ മാത്രമാണ് എന്ന് പറയുന്നു. പണമിടപാടുകൾ ഭൂരിഭാഗവും ബീഹാർ, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് എന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട്. പണത്തിന് അത്യാവശ്യമുള്ളവർക്ക് പെട്ടെന്ന് പണം നൽകുന്നതാണ് ഈ ലോൺ ആപ്പുകളുടെ ആകർഷണം. എന്നാൽ അതിഭീമമായ പലിശയും തിരിച്ചടവും മുടങ്ങിയാലുള്ള ബ്ലാക്ക് മെയിലും ഭീഷണിയുമൊക്കെ പലരുടെ ജീവിതം തന്നെ തകർക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഓൺലൈൻ ആപ്പുകളുടെ കെണിയെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കണമെന്നും സർക്കാർ സംവിധാനത്തിലൂടെ മാത്രമേ വായ്പ എടുക്കാവൂ, ഓഫറുകൾ വേണ്ടെന്ന് വെക്കാനുള്ള ആർജവം കാണിക്കണമെന്നും പറയുകയാണ് സൈബർ ഓപ്പറേഷൻ ചുമതലയുള്ള ADGP S. ശ്രീജിത്ത്. വലിയ കരുതൽ ഇക്കാര്യത്തിൽ വേണം ഈ ഘട്ടത്തിൽ എന്നതാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18നുമായി അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഈ ലോൺ എടുക്കുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരുപാട് അനുമതികളുണ്ട്. ആ അനുമതികൾ കൊണ്ട് നമ്മുടെ ഫോണിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് കാണാനും ഉപയോഗിക്കാനും സാധിക്കും. കോൺടാക്ട് ലിസ്റ്റ് അവർക്ക് ലഭ്യമാവും. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഫലപ്രദമായി അവർക്ക് ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ സാധിക്കുന്നു. അപ്പം അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പം അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോലീസിനെ സമീപിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ അതിന് ഒരു വിശ്വാസ്യത സൃഷ്ടിച്ചെടുക്കാനായിട്ടുള്ള ഭാഗമായിട്ട് ഞങ്ങൾ ഒരുപാട് ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നുണ്ട്. നമ്മൾ ഈ നടത്തിയ എടുത്ത കേസുകൾ 284 കേസുകളായിട്ട് 186ഓളം ആപ്പുകൾ നമുക്ക് പൂട്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതുമാത്രമല്ല, ദേശീയ തലത്തിൽ 1837 എണ്ണം ഇങ്ങനെ ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ ഇതിന് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാ പോലീസുകളും തമ്മിൽ സഹകരിക്കാറുണ്ട്. എല്ലാ സൈബർ പോലീസ് വിങ്ങുകളും പരസ്പരം നല്ല സഹകരണമാണ്. അപ്പോൾ അത് ഫലപ്രദമായി നടക്കുന്നതിൻ്റെ കൂടുതൽ 5300 ചില്ലുവാനും വെബ്സൈറ്റുകൾ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത് ഒരിടത്ത് പൂട്ടി കഴിയുമ്പോൾ വേറൊരു സ്ഥലത്ത് അവർ വേറൊരു രീതിയിൽ പലയിടത്തും വലിയ സ്റ്റാർട്ടപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രവർത്തിക്കുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് പോലീസ് ഒരു സംസ്ഥാനത്ത് ചെന്ന് പിടിക്കുമ്പോഴേ അറിയാൻ പറ്റില്ല. അവർ ഇതൊക്കെയാണ് ഇങ്ങനെ വല വിരിച്ച് കാത്തിരിക്കുന്നവരാണ് എന്നതാണ് ADGP ശ്രീജിത്ത് ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നൊരു വാർത്ത, ലോൺ ആപ്പ് പരസ്യത്തിനെതിരെ പരാതിയുമായി നടൻ അജു വർഗീസ് രംഗത്തെത്തിയിരിക്കുന്നതാണ്. അജു വർഗീസിന്റെ പടം അനുമതിയില്ലാതെ പരസ്യത്തിൽ ഉപയോഗിച്ചു എന്നതാണ് പോലീസിന് നൽകിയ പരാതിയിൽ അജു വർഗീസ് പറയുന്നത്. ആരും ചതിയിൽപ്പെടരുത് എന്നുകൂടി അജു വർഗീസ് വ്യക്തമാക്കുന്നു. 3 ലക്ഷം രൂപ വരെ കിട്ടും. വളരെ പെട്ടെന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് അത്രയും പണം കിട്ടുക എന്നത് വലിയ ആകർഷണമാണ്. പക്ഷേ അതിന് പിന്നിലുള്ള ചതിക്കുഴികളെക്കുറിച്ചാണ് നേരത്തെ ADGP തന്നെ ചൂണ്ടിക്കാട്ടിയത്. മാനവും ജീവനുമാണ് ഇവർ പകരം ചോദിക്കുന്നത്. RBI അനുസൃതമായി നിയമം അനുശാസിക്കുന്ന ബാങ്കുകളിൽ നിന്നും മാത്രമേ ലോൺ എടുക്കൂ എന്നത് ഓരോ ആളുകളും തീരുമാനമെടുക്കേണ്ടതാണ്. നമുക്ക് പല പ്രതിസന്ധികളുണ്ടാകും. പക്ഷേ ഇത് നമ്മളുടെ ജീവൻ തന്നെ പണയം വെക്കുന്ന തരത്തിലുള്ള കാര്യമാണ്. നമ്മളുടെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഫോൺ ഹാക്ക് ചെയ്തുകൊണ്ട് അത് ഉപയോഗിച്ച് പിന്നീട് ഏത് തരത്തിലുമുള്ള ആക്രമണം, അത് നമ്മളെ മാത്രമല്ല നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളിലേക്കുമൊക്കെ എത്തുന്ന തരത്തിലുള്ള വലിയ കെണിയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമാണ് നമ്മൾ ഏതൊരു ഘട്ടമായാൽ പോലും പ്രതിസന്ധി വരുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ആശ്രയിക്കാൻ പാടുള്ളൂ എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്കുണ്ടാകണം. ഈ പലരുടെയും അനുഭവങ്ങൾ, അത് നിതിൻ്റെ ആയാലും വിഷ്ണുവിൻ്റേതായാലും ഒക്കെ നമുക്ക് നൽകുന്ന പാഠം അതാണ്. അതെല്ലാവരുടെയും ഓർമ്മയിലിരിക്കട്ടെ. ചൂടിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് വൈകുന്നേരം തുടങ്ങിയത്. ചൂട് വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ അൾട്രാ വയലറ്റ് സൂചിക ഉയരുന്നത് ഗൗരവതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൂടി കാരണമാകുന്നു എന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പത്തനംതിട്ടയിലെ കോന്നിയിലും ഇടുക്കിയിലെ മൂന്നാറിലും ഉയർന്ന UV സൂചിക രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ കോന്നി, മൂന്നാർ എന്നിടങ്ങളിൽ യെല്ലോ അലേർട്ടാണ്. കൊട്ടാരക്കര, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, കളമശ്ശേരി, ഒല്ലൂർ, തൃത്താല, പൊന്നാനി, മാനന്തവാടി എന്നിവിടങ്ങളിൽ ഈ നിർദ്ദേശങ്ങളുണ്ട്, അല്ലെങ്കിൽ കരുതിയിരിക്കണമെന്ന മുന്നറിയിപ്പുണ്ട്. അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാതപം, ത്വക്ക് രോഗങ്ങൾ, കാഴ്ചശക്തിയെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും എന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും കരുതൽ വേണം. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. അതിനാൽ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ, കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിലും ഒക്കെ ഏർപ്പെടുന്ന വ്യക്തികൾ, ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ, ബൈക്ക് യാത്രക്കാർ, വിനോദസഞ്ചാരികൾ, മറ്റ് ചർമ്മരോഗങ്ങളുള്ളവർ, ആൽബനിസം അവസ്ഥയുള്ളവർ, നേത്രരോഗങ്ങളുള്ളവർ, ക്യാൻസർ രോഗികൾ, അങ്ങനെ എല്ലാ വിഭാഗത്തിൽ ഉള്ള ആളുകളും ഈ ജാഗ്രത കൃത്യമായി പാലിക്കണം. പകൽ സമയത്ത് പുറത്തേക്കിറങ്ങുമ്പോൾ തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കാൻ ശ്രമിക്കണം. ശരീരം മുഴുവൻ മറയ്ക്കുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഉചിതം. അങ്ങനെയൊക്കെയുള്ള പല മുന്നറിയിപ്പുകളുണ്ട്. അത് എല്ലാവരും കൃത്യമായി പാലിക്കണം. അതിനോടൊപ്പം തന്നെ കരുതിയിരിക്കേണ്ടതാണ് പാമ്പുകൾ. നമ്മൾ കഴിഞ്ഞ ദിവസമാണ് തൃശൂർ കോടാലി സ്വദേശി ഫിൽജോയുടെ മകൻ ആൽജോ പാമ്പ് കടിയേറ്റ് മരിച്ച വാർത്ത എല്ലാവരെയും വേദനിപ്പിച്ച ഒരു വാർത്തയാണ്. ആൽജോ മരിച്ചത് ശംഖുവരയന്റെ കടിയേറ്റാണ് എന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പാമ്പ് കടിയേറ്റ ആൽജോയുടെ സഹോദരൻ അനോജ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഇന്ന് ആ വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തിയിരിക്കുകയാണ്. ആൽജോയുടെ മൃതദേഹം കൊണ്ടുവന്ന സമയത്താണ് ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിൻ കുഞ്ഞിനെ വീണ്ടും അവിടെ കണ്ടത്. അപ്പോൾ അവിടെ
കൂടുതൽ പാമ്പുകൾ ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ്. അതൊരു വനപ്രദേശത്തോട് ചേർന്ന വീടാണ്. അവിടെ വീണ്ടും പാമ്പിൻ്റെ സാന്നിധ്യമുണ്ട് എന്നതാണ് അത് മനസ്സിലാക്കുന്നത്. നാട്ടുകാർ ഇതിനെ തല്ലിക്കൊന്നു. വനത്തോട് ചേർന്ന ഒറ്റ നില വീടാണ് ഇവിടെ. കുറച്ച് ശ്രദ്ധ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. കട്ടിലിൽ പാമ്പുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അത് അറിയാതെയാണ് കുട്ടികൾ അവിടെ കിടന്നുറങ്ങിയത്. അപ്പോൾ അതൊക്കെയാണ് വലിയൊരു ദുരന്തമായി നമുക്ക് മുന്നിലുള്ളത്. ഈ ചൂട് കൂടുമ്പോൾ അത് പാമ്പുകൾ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയം കൂടിയാണ്. വേനൽ ചൂട് കൂടിയതോടെ തണുപ്പ് തേടിയാണ് ഈ പാമ്പുകൾ എത്തുന്നത് എന്ന മുന്നറിയിപ്പാണ് സർപ്പവിദഗ്ധർ നൽകുന്നത്. ശരീരത്തിലെ താപനില നിയന്ത്രിക്കാനാണ് പാമ്പുകൾ തണുപ്പുള്ള സ്ഥലങ്ങൾ തേടി ഇറങ്ങുന്നത്. ഇത്തരത്തിൽ വീടിനകത്തും ശുചിമുറികളിലുമെല്ലാം ഇവ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നവർ പറയുന്നു. സൂക്ഷിച്ചില്ല എങ്കിൽ നമുക്ക് കടിയേൽക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. ചൂടുകാലം പാമ്പുകളുടെ പ്രജനന സമയം കൂടിയാണ്. വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെ കൂടുതലായും ഈ സമയത്ത് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ ആൽജോയുടെ വീട്ടിൽ കണ്ടത്. അവിടെ ഇനിയും കുട്ടികളുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. കുഞ്ഞു പാമ്പാണ് എങ്കിൽ പോലും അതിന് വിഷമുണ്ട്. അത് വലിയ പാമ്പിനേക്കാൾ കൂടുതലാണ്, വിഷമേൽക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നതാണ് പറയുന്നത്. നമുക്ക് ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ GS റോഷ്നിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താണ്? ടൈലൊക്കെ കുറച്ച് തണുപ്പുള്ള സ്ഥലമാണ്. നമ്മുടെ വീടിനകത്ത് ടൈൽസിൽ കൂടെ ഇപ്പൊ പലരും പറയാറുണ്ട് ടൈലിൽ കൂടെ എഴിഞ്ഞു പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഉറപ്പായിട്ടും എഴിഞ്ഞു പോകാൻ പറ്റും. ചുവരിൽ കൂടെ കയറുമോ എന്ന് ചോദിക്കും. ചുവരിൽ കൂടെ കയറും, ഉറപ്പായിട്ടും കയറും. അതിനൊരു ഗ്രിപ്പ് കിട്ടുന്ന ഭാഗങ്ങളിലൂടെ എല്ലാം കയറി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഈ തണുത്ത പ്രതലങ്ങൾ നോക്കിയാണ് വരുന്നത്. നമ്മുടെ വീടിനുള്ളില് നമ്മളെപ്പോഴും ഫാൻ ഉണ്ടാവും, AC ഉള്ള സ്ഥലങ്ങളുണ്ടാവും. AC-ക്കകത്ത് നിന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പ് AC-ക്കകത്ത് നിന്നാണ് ഒരു വില്ലൂന്നിയുടെ ഒരു 5 പാമ്പിനെ നമ്മൾ റെസ്ക്യൂ ചെയ്ത്. AC-യുടെ ഉള്ളിൽ നിന്നാണ്. ഒരെണ്ണം കയറി പോകുന്ന കണ്ടാണ് നോക്കിയത്. 5 എണ്ണം അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള തണുത്ത സ്ഥലങ്ങളിൽ അത് കയറിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമുക്കിപ്പോ ബാത്റൂമില് തറയിൽ വെള്ളം വീഴുന്ന വെള്ളം ഒഴുകി പോകാനായിട്ട് ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോളിന്റെ നെക്സ്റ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത പറമ്പിലോ സിറ്റിയിലാണെങ്കിൽ അടുത്ത ഓടയിലോ എങ്ങാനോ ആയിരിക്കും. അപ്പൊ അതുവഴി അത് കയറി നമ്മുടെ വീടിനകത്ത് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ചെറിയ മെഷ് വെച്ചിട്ട് നമ്മൾ ഈ ബാത്റൂമിനകത്തുള്ള ഹോളൊന്ന് ക്ലോസ് ചെയ്യുക. വെള്ളം പോകാൻ മാത്രമായിട്ട് ചെറിയ നെറ്റ് വെച്ച് അടയ്ക്കുക. അതുപോലെ അതിന്റെ നെക്സ്റ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നതും ചെറിയ നെറ്റ് വെച്ചിട്ട് വെള്ളം പോകാൻ മാത്രമായിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. അതുപോലെ അടുക്കളയിൽ നിന്ന് പോകുന്ന വെള്ളം പോകുന്ന പൈപ്പും അതുപോലെ ചെയ്യുക. വാഷിംഗ് മെഷീന് ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ സാധാരണ വർക്ക് ഏരിയയിലൊക്കെയാണ് വെക്കാറ്. അതിനും ഇതുപോലെ പൈപ്പ് പുറത്തോട്ട് കിടക്കും. ആ പൈപ്പും ഇതുപോലെ തന്നെ ചെയ്യണം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെടികൾ, ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ് ഇപ്പൊ എല്ലാ വീട്ടിലും ഉണ്ട്. അതിന്റെ ഉള്ളിൽ എപ്പോഴും നനവായിരിക്കും. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് കിട്ടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കണം. നമ്മൾ ശ്രദ്ധിക്കാതെ ആയിരിക്കും ചെന്ന് കരിയിലയൊക്കെ പറക്കാൻ വേണ്ടിയിട്ടോ ഇല വീടുന്ന എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി കൈയിടുന്നത്. അതിന്റെ ഇടയിലൊക്കെ ഇരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ സുരക്ഷിതമെന്ന് കരുതുന്ന പലയിടങ്ങളിലും പാമ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വേനൽക്കാലത്താണ് അതിനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത. അപ്പോൾ എല്ലാവരും കരുതിയിരിക്കുക എന്നാണ് റോഷ്നിയുടെ തന്നെ വാക്കുകൾ സൂചിപ്പിച്ചാൽ പറയാനുള്ളത്. എല്ലാവരും കരുതിയിരിക്കുക, അല്പം കെയറോടുകൂടി ഈ സാധ്യതയുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇടപെടൽ നടത്തുക. പാമ്പുകൾക്കിരിക്കാൻ സാഹചര്യം ഒരുക്കുന്ന തരത്തിലുള്ള സാധ്യതകൾ ഒഴിവാക്കുക എന്നതൊക്കെയാണ് പറയാനുള്ളത്. ജീവൻ എപ്പോഴും വിലപ്പെട്ടതാണ്. അപ്പോൾ ആ കരുതൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് സായനയാത്ര കാണാം. വയനാട്ടിലെ മാനന്തവാടിയിൽ നഗരത്തിന്റെ തിരക്കുകൾക്കിടയിൽ മനസ്സിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയുണ്ട്. ഇവിടുത്തെ നഗരവനം മനുഷ്യർ നട്ടുപിടിപ്പിച്ചുണ്ടാക്കിയതാണെങ്കിലും ഉള്ളിലേക്ക് കടന്നാൽ പ്രകൃതിദത്തമായ ഒരു കാടിന്റെ എല്ലാ അനുഭൂതിയും ഇവിടെ ലഭിക്കും. നഗരത്തിന്റെ നടുവിൽ തന്നെ ഇത്തരമൊരു വനം ഒരുക്കിയിരിക്കുന്നത് നഗരവാസികൾക്കും സഞ്ചാരികൾക്കുമൊക്കെ വലിയ ആശ്വാസമാണ്, പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത്. അപ്പോൾ ഒഴിവ് സമയം ചെലവഴിക്കാൻ ഓരോ ദിവസവും ഇവിടെ നിരവധി ആളുകളാണ് എത്തുന്നത്. ചൂട് കൂടിയതോടുകൂടി ഇവിടെ എത്തുന്ന ആളുകളുടെ എണ്ണവും കൂടുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി ജയരാജ് ബത്തേരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമസ്കാരം. നമ്മൾ കാട് കണ്ടിട്ടുണ്ടാവും എല്ലാവരും. കാട്, അതായത് കാട് എന്ന് പറയുന്നത് നമുക്ക് പേടിയും അതുപോലെ തന്നെ സന്തോഷവും ഒക്കെ തോന്നുന്ന ഒരു സംഭവമാണ് കാട് എന്ന് പറയുന്നത്. ഒരു പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് ഒരു കാട്ടിലകപ്പെട്ടാലുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ പ്രത്യേകിച്ച് വയനാട് ജില്ലയൊക്കെ പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും കാടുകൾ കൊണ്ട് നിറഞ്ഞ ഒരു ജില്ലയാണ്. പക്ഷേ ധൈര്യമുള്ള ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കൊന്നും കാട്ടിൽ ഒറ്റയ്ക്ക് പോയിരിക്കാൻ പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഒന്നും ധൈര്യം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് പല പേടികളുണ്ടാവും. വന്യമൃഗ ശല്യം പേടിയുണ്ടാവും. പക്ഷേ
ഈ കാട് എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമാണ്. അത്രയും വന്യ സൗന്ദര്യം എന്നാണ് കാടിന് പറയുക. കാരണം പ്രകൃതി തന്നെ ഒരുക്കിയ ഈ കാടിന് അത്രയും വലിയ സൗന്ദര്യമാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒറ്റയ്ക്ക് ഒരാൾക്ക് കാട്ടിൽ പോയിരിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ഒഴിവു സമയം ആസ്വദിക്കാൻ ഒരു കാടിൻ്റെ ഉള്ളിൽ, നല്ല തണുപ്പൊക്കെ കൊണ്ട് ഒരു കാടിൻ്റെ ഉള്ളിൽ പോയിരിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇന്ന് നമ്മൾ നേരം വൈകുന്നേരത്തിൽ എത്തിയിരിക്കുന്നത് വയനാട് ജില്ലയിലെ ഒരു മനോഹരമായ കാഴ്ചയാണ്. വയനാട് ജില്ലയിലെ മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്ത്, മാനന്തവാടി നഗരത്തിൽ തന്നെ ഒരു കാടൊരുക്കിയിരിക്കുകയാണ്. ഇതൊരു മനുഷ്യനിർമ്മിത കാടാണിത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കാട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഇരിക്കുന്ന ഒരു പ്രതീതിയായിരിക്കും. പക്ഷെ നമുക്ക് ഇരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നല്ല തണുപ്പായിരിക്കും. ഇപ്പോൾ ഒക്കെ നല്ല ചൂടുള്ള സമയമാണെങ്കിലും ഇപ്പോൾ നല്ല തണുപ്പാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഈ ഒരു നഗരവനം, അങ്ങനെയാണ് ഇതിൻ്റെ പേര്, മാനന്തവാടി. 1983 മുതൽ ഇവിടെ ഈ വനം നട്ടുപിടിപ്പിച്ചിരുന്നു ഇത്തരത്തിലൊരു ആവശ്യത്തിന്. എന്തായാലും ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വന്നത് 2024 അതായത് ഒരു വനത്തിനുള്ളിൽ നമുക്ക് മാക്സിമം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ആയിട്ടാണ് ഈ ഒരു നഗരവനത്തിനെ കാണുന്നത്. നിരവധി ആളുകൾ, അതായത് ഇപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു കാടിലേക്ക് അവർക്ക് വരുന്നതിലൊന്നും ഒരു പേടിയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇവർ വന്നിട്ടുണ്ട്. പക്ഷേ കൊടും കാടാണെങ്കിൽ പോലും ഇവിടെ വൈകുന്നേരങ്ങൾ ചെലവഴിക്കാനൊക്കെ ഈ ഒരു പ്രദേശം നിരവധി ആളുകളാണ് തിരഞ്ഞെടുക്കുന്നത്. വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട്. പക്ഷെ അധികം ആർക്കും ഇതറിയില്ല, ഇതിൻ്റെ ഒരു വന്യ സൗന്ദര്യം എന്താണെന്നുള്ളതും. പക്ഷെ അതോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും നമുക്ക് നല്ല തണുപ്പും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. എന്തായാലും ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് ഒന്നുകൂടി ആസ്വദിക്കാം. ഇവിടെ നല്ല മഴ വരുന്നുണ്ട്. ആ കാറ്റൊക്കെ വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഭയപ്പാടൊക്കെ തോന്നുമെങ്കിലും ഇവിടെ അത്തരത്തിൽ പേടിക്കേണ്ട ഒരു അവസ്ഥയില്ല. കാരണം ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു കഫ്തീരിയ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, നമുക്ക് അത്യാവശ്യം ചായയും സ്നാക്സും ഒക്കെ കഴിക്കുന്നതിനുള്ള. അപ്പോൾ സമയം എത്ര പോയാലും കുഴപ്പമില്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും നിരവധി കുട്ടികളും അതുപോലെ തന്നെ നിരവധി ആളുകളും ഒക്കെ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്. ഒരു പക്ഷേ മഴ വരുമ്പോഴൊക്കെ നമുക്കതൊരു രസമായിട്ടാണ് തോന്നുന്നത്. എന്തായാലും ഈ ഒരു സ്ഥലം കാണുന്നതിന് വേണ്ടി തന്നെ നിരവധി ആളുകൾ ഇപ്പോഴും ഈ മഴയൊന്ന് അല്ലെങ്കിൽ മഴ വരുന്നുണ്ടെങ്കിൽ പോലും കുട്ടികളൊക്കെ കൂട്ടി ആളുകൾ വരുന്ന ഒരു കാഴ്ചയെ നമ്മളിവിടെ കാണുന്നുണ്ട്. എന്തായാലും ഈ ഒരു നഗരവനം എന്ന് പറയുന്നത് ഇവിടുത്തെ വനംവകുപ്പിന്റെ അധീനതയിലുള്ളതാണ്. നമുക്ക് അതിന്റെ ഒരു ഉദ്യോഗസ്ഥനെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹമായി സംസാരിക്കാം. സാർ നമസ്കാരം. നമസ്കാരം. ഇത് വനംവകുപ്പിന്റെ കീഴിലല്ലേ? എന്ത് സാർ പേരെന്താ? എന്റെ ഒരു ആനന്ദ് എന്നാണ്. ഇവിടുത്തെ ഡെപ്യൂട്ടി റേഞ്ചർ, റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ ഡെപ്യൂട്ടി റേഞ്ചർ. അതുപോലെ FDAയുടെ കോർഡിനേറ്ററാണ്. FDAയുടെ കീഴിലാണ് നമ്മുടെ ഈ നഗരവനം. ഇത് 2 വർഷമായിട്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 83 തുടങ്ങിയതാണെങ്കിൽ പോലും ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടുള്ളൂ എന്ന് പറയുന്നത്. നഗരവനം എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ്. സെൻട്രൽ ഗവൺമെന്റ് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി, നഗരവനം നടപ്പിലാക്കാൻ വേണ്ടി 40 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. അതിനുപരിയായി നമ്മൾ ഇവിടുത്തെ FDA, സ്റ്റേറ്റ് FDA, നമ്മുടെ നോർത്ത് വയനാട് FDA ഒക്കെ കൂടി ഫണ്ട് സ്വരൂപിച്ചാണ് നമ്മൾ 2024 മാർച്ചിലാണ്, ഇപ്പോൾ 2 വർഷം കൃത്യമായി. ഇത് 82-83 കാലഘട്ടത്തിൽ നമ്മുടെ ഓഫീസും കാര്യങ്ങളൊക്കെ അതിന് മുമ്പേ ഉണ്ട്. ബ്രിട്ടീഷുകാര കാലം മുതലേ പ്രവർത്തിക്കുന്ന ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു റേഞ്ച് സ്ഥലമാണ്. ഇവിടെ വിനോദസഞ്ചാരികൾ എങ്ങനെ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ഉണ്ട്. ഇവിടെ ഇപ്പം ഈ 2 വർഷത്തിനിടയിൽ 1 ലക്ഷത്തിലേറെ സഞ്ചാരികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ശരിക്കും ഇതൊരു പ്രകൃതിദത്ത വനം പോലെ നമുക്ക് തോന്നും അല്ലേ? അതെ, ഇത് ഒരു നമ്മുടെ ഫോറസ്റ്റ് തന്നെയാണ്. പക്ഷെ ഇത് മനുഷ്യനിർമ്മിതമാണെന്നാണ് എന്റെ പ്രത്യേകത. വച്ചുപിടിപ്പിച്ചെന്ന് മാത്രമല്ല, അവിടുത്തെ ട്രീസ്, മരങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്ലാന്റ് ചെയ്ത് അങ്ങനെ പ്രകൃതിയായി വളർന്നു നിൽക്കുന്ന ഇഷ്ടം പോലെ. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 10-20 വർഷമായി ഇതിന്റെ ഒരു പ്രവർത്തനം അല്ലേ?
ഇല്ല, 2024 നമ്മൾ ആരംഭിച്ച ഒരു വർഷത്തെ കാലയളവ്. അതിനുള്ളിൽ അല്ല, ഞാൻ പറഞ്ഞത് ഈ വനം വെച്ച് പിടിപ്പിക്കാൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രാരംഭഘട്ടം 1983 ആ ഒരു 3 വർഷത്തിനിടയിലാണ് നമ്മൾ പ്ലാന്റിംഗ് മറ്റു പരിപാടികൾ. അപ്പൊ നമ്മള് കണക്ക് കൂട്ടുമ്പോ 10-26 വർഷമായി ഇതിന്റെ ഒരു 26 വർഷമായി. എങ്ങനെയാണ് ഇതിന്റെ ഒരു ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് നമ്മള് മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയുള്ള ഒരു സ്കീമാണ്. 2 മണിക്കൂർ നമുക്ക് ഇതിനുവേണ്ടി ചെലവഴിക്കാൻ പറ്റും. നമ്മൾ ഇതിന്റെ തുടക്കം നിങ്ങൾ കാണും, നക്ഷത്രവനം. ഫസ്റ്റ് വരുന്ന സഞ്ചാരിക്ക് ആദ്യമായി നക്ഷത്രവനത്തിലേക്ക് പോകാം. അതിനുശേഷം ബട്ടർഫ്ലൈ ഗാർഡനാണ്. അത് കഴിഞ്ഞ് പന്നൽ ചെടികളുടെ ഒരു കേന്ദ്രം. പിന്നീട് ഇതിന്റെ തുടക്കം മുതൽ 800 മീറ്റർ നിൽക്കുന്ന ഒരു സഞ്ചാരപാതയുണ്ട്. ഇപ്പൊ എനിക്ക് ഇവിടെ ഒരു പ്രത്യേകത തോന്നിയത്, കാരണം ഇപ്പൊ കൊടും ചൂടാണ്, പക്ഷെ ഇതിലേക്ക് ഇറങ്ങിയ നല്ല തണുപ്പാണ്. വലിയ നല്ല മരങ്ങളും നഗരത്തിന് നടുക്കുള്ള ഒരു പ്രദേശം. ഇവിടെ വൈകുന്നേരങ്ങളിൽ നിരവധി ആളുകൾ എത്താറുണ്ട്. വൈകുന്നേരം 6 മണി വരെ നമ്മൾ പ്രവേശനം, 5:30 വരെ പ്രവേശനം ലഭിക്കും. 6 മണിയാകുമ്പോൾ പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. വയനാട്ടിലെ മാനന്തവാടിയിലുള്ള നഗരവനത്തിന്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ഒരു നഗരവനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാട്ടിന്റെ ഉള്ളിൽ നമ്മളുടെ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. ഇതൊരു മനുഷ്യനിർമ്മിത വനമാണെങ്കിലും യഥാർത്ഥ വനത്തിൽ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു അതുപോലെയാണ്. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത, നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിരവധി ആളുകളാണ് കേരളത്തിലും കേരളത്തിന്റെ പുറത്തു നിന്നും ഒക്കെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ്, പക്ഷേ നമ്മളിവിടെ വലിയ തണുപ്പാണ് ഈ ഒരു സ്ഥലത്ത് കാണുന്നത്. അപ്പോൾ എത്ര ചൂടുണ്ടെങ്കിലും അതിന്റെ കാലാവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നതാണ് ഈ നഗരവനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എന്തായാലും കേരളത്തിന് പുറത്തു നിന്നും ഒക്കെ നിരവധി സഞ്ചാരികളും ഇവിടെ എത്തുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ നേരം വൈകുന്നേരത്തിൽ നമ്മൾ ഈ ഒരു നഗരവനത്തെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും ഈ നഗരവനത്തിൽ എത്താം. ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വയനാട്ടിലെ മാനന്തവാടിയിൽ നിന്നും ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്, എല്ലാവർക്കും പോകാൻ ഒരു വ്യത്യസ്ത ഇടം വേണമെങ്കിൽ ഈ നഗരവനം തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. ജയരാജ് ബത്തേരിയാണ് ആ സ്ഥലം പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഒരു റോഡിൽ ഒരു വൃക്ഷം നിന്നാൽ അതുണ്ടാക്കുന്ന തണലറിയാം. അപ്പോൾ ഒരു വനം തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ചെലവഴിക്കാൻ പറ്റുന്നത് ഈ സമയത്ത് വലിയ അനുഗ്രഹമായിരിക്കും. എന്തായാലും പറ്റുന്നവർ ആ സ്ഥലത്തേക്ക് പോവുക. നമ്മളുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലക്ഷൻ ചാനലുമായി മനു ഭരത്.